നിന്നടിയാർക്കു പിതാ സന്നിധം വന്നിടാമേ സകലം. നിന്നടിയാർക്കു പിതാ സന്നിധം വന്നിടാമേ സകലം. ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുക്കൾക്കാരുളാൻ പാത്രതയേതുമില്ല. നിന്റെ കൃപയെത്ര വിചിത്രമോ. പാത്രതയേതുമില്ല. നിന്റെ കൃപയെത്ര വിചിത്രമോ. നീയൊഴികെ ഞങ്ങൾക്കു സുരലോകയാരുള്ളു ജീവനാഥ. നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ. നീയൊഴികെ ഇഹത്തിൽ മറ്റാരുമില്ല ഗ്രഹിപ്പാൻ പരനേ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന് വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമീൻ. നമുക്ക് ചേർന്നെല്ലാം അത്യുന്നതങ്ങളിൽ ദൈവത്തിനെ മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ യേശുക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മശിഹായെ നീ മാത്രം പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മഹോന്നതനാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത്, ഇസ്രായേലേ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, നിന്നോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഹൃദയങ്ങളെ ഉണക്കണമേ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവനിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൽ അവന് വിശുദ്ധ വഴിയിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറവീൻ.
നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിനയത്തോടും അനുതാപഹൃദയത്തോടും ഏറ്റുപറയാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്ന ഏറ്റുപറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലായിട്ടുള്ളത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടുന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തു നിമിത്തം ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെളിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ വളർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷയിപ്പാൻ പ്രാപ്തിയൊക്കെ നൽകണമേ. അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനായി ജീവനപഥത്തിൽ മേലാൽ അങ്ങയെ സേവിക്കുവാൻ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവയിൽ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ സ്നേഹിക്കുന്ന കൃപാലുവായ ദൈവമേ, മനുഷ്യനിർമ്മിതമായ വേലിക്കെട്ടുകളെയും തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിന്നോടും സർവ്വജനത്തോടും സകല സൃഷ്ടിയോടും നിരപ്പ് പ്രാപിക്കുവാനുള്ള സന്മനസ്സും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സകല സൃഷ്ടികളോടുമുള്ള നിന്റെ അനുരഞ്ജനത്തിൻ്റെ അടയാളമായ ക്രിസ്തുവിൻ്റെ കുരിശിനെ നവവീക്ഷണത്തോടെ ദർശിക്കുവാൻ നോമ്പ് കാലയളവ് സഹായിക്കണമേ. വിശ്വാസയാത്രയിൽ നിന്റെ അനുരഞ്ജനത്തിൻ്റെ നീരുറവുകളാകുവാൻ നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസ്ഥാനം കൂടെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് കാലത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം 85-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യം ഉപയോഗിക്കാം. സങ്കീർത്തനം 85. 85-ാം സങ്കീർത്തനം വാക്യം പ്രതിവാക്യമായി ഉപയോഗിക്കാം. യഹോവേ, നീ നിന്റെ ദേശത്തെ കടാക്ഷിച്ചിരിക്കുന്നു, യാക്കോബിന്റെ പ്രവാസികളെ തിരിച്ചു വരുത്തിയിരിക്കുന്നു. നിന്റെ ക്രോധം മുഴുവൻ നീ അടക്കി കളഞ്ഞു, നിന്റെ ഉഗ്രകോപം നീ വിട്ടുതിരിഞ്ഞിരിക്കുന്നു. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. നിശ്ചയം വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. നീതി അവന് മുമ്പായി നടക്കുകയും അവന്റെ കാൽച്ചുവടുകളെ വഴി നോക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സുവിശേഷം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയിൽ യേശുവിൻ്റെ അമ്മ അവനോട്,
അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴി ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളാവുന്ന 6 കൽപ്പാത്രമുണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അതെവിടെ നിന്നു എന്ന വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇത് കർത്താവിൻ്റെ ജീവൻ നൽകുന്ന സുവിശേഷം. തലകളെ വണക്കം, നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ജഡമായി തീർന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നീ പ്രഭാതത്തിൽ അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കൂടി വന്നിരിക്കുമ്പോൾ ദൈവമായ കർത്താവേ, ഈ വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നോമ്പിൻ്റെ ദിനങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ദൈവമായ കർത്താവേ, യഥാർത്ഥമായ അനുതാപവും മനസ്സാന്തരവും ഞങ്ങളുടെ ജീവിതത്തിൽ ഭവിപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവുകൊണ്ട് കൃപ കൊണ്ട് ഞങ്ങളെ വഴി നടത്തണം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. മനോഹരമായ ഒരു ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ലഭിക്കുന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഫെബ്രുവരി മാസം 2-ാം ഞായറാഴ്ച മുതൽ നാം ഒരു നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെ നാം ചിന്തിക്കുന്ന വിഷയം നോമ്പ് അനുരഞ്ജനത്തിൻ്റെ കാലം എന്നുള്ളത്. ലെൻറ്റ് ടൈം ഫോർ റെക്കൺസിലിയേഷൻ. 4 വേദഭാഗങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും, എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും, 85-ാം സങ്കീർത്തനവും, അതുപോലെ ഇന്ന് വായിച്ച യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളുമാണ്. അതിൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വേദഭാഗം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യം പ്രകാരം വായിക്കുന്നു. ആകയാൽ നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെ ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരും. നോമ്പാചരണം ഇന്നത്തെ നിലയിൽ ആരംഭിച്ചത് AD 4-ാം നൂറ്റാണ്ടോടുകൂടിയാണ് എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നു. കത്തോലിക്ക സഭകളും ചില പൗരസ്ത്യ സഭകളും 50 നാളുകൾ നോമ്പ് ആചരിക്കുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് സഭകൾ, നവീകരണ സഭകൾ 40 നാളുകളാണ് നോമ്പാചരണത്തിനായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്.
40 നാളുകൾ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ ചാമ്പൽ ബുധനോടുകൂടിയാണ് നവീകരണ സഭയുടെ നോമ്പ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഞായറാഴ്ച മുതലുള്ള 3 ദിവസങ്ങൾ ഒഴിവാക്കി, ഞായറാഴ്ചകൾ ഒഴിവാക്കി 10 ദിവസങ്ങൾ ഒഴിവാക്കിയാണ് 40 നാളുകൾ നാം കണക്കാക്കിയിരിക്കുന്നത്. AD 331 അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന ബിഷപ്പ് അത്തനേഷ്യസിൻ്റെ ആഹ്വാനത്താലാണ് 40 നാള് നോമ്പ് ആചരണം ഉണ്ടായത് എന്ന സഭയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് 40 എന്ന സംഖ്യയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യമുള്ളത്? അതിന് വേദപുസ്തകത്തിൽ ഉള്ള ചില അടിസ്ഥാനങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന്, നോഹയുടെ കാലത്ത് 40 ദിനരാത്രങ്ങൾ നിർത്താതെ മഴ പെയ്തത് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മോശ 40 നാളുകൾ സീനായി മലയിൽ ദൈവത്തോട് ഒപ്പം ചിലവഴിച്ചതായിട്ടും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുക. മൂന്നാമതായിട്ട് ഹോരേബ് പർവ്വതത്തിലേക്കുള്ള യാത്രയിൽ ഏലിയാവ് 40 രാവും 40 പകലും നടന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് ഇസ്രയേൽ ജനത്തിൻ്റെ മരുഭൂ പ്രയാണകാലം 40 വർഷമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോന 40 നാളുകൾ നിനവയിൽ വെച്ച് ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു കർത്താവ് മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ, യേശുവിൻ്റെ ശരീരം 40 മണിക്കൂർ കല്ലറയിൽ വിശ്രമിച്ചു എന്നത് ഒരു പാരമ്പര്യ വിശ്വാസമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിച്ച 40-ന് ഇത്രത്തോളം പ്രാധാന്യം വേദപുസ്തകത്തിൽ പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. എന്നിരുന്നാലും നോമ്പാചരണം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിങ്കിലേക്കുള്ള ഒരു മടക്കമാണ്. അതിന് അനുതാപവും അതിലൂടെയുള്ള അനുരഞ്ജനവും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിരപ്പ് സാധ്യമായി തീരുന്നത് ഒരു പാപിയുടെ ഹൃദയപൂർവമായ അനുതാപം, വിശ്വാസം, സ്നേഹം എന്നീ 3 മാതൃകകളിലൂടെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഒരു നോമ്പിൻ്റെ കാലത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുക. എന്താണ് ഈ നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ആത്യന്തികമായിട്ട് നോമ്പിലൂടെ അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുതാപം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു നമ്മുടെ തെറ്റുകളെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച് ഉള്ള ഒരു ബോധ്യം, അതേ തുടർന്ന് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് ഒരു മടങ്ങിവരവ്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതം സംഭവിച്ചു പോയ കുറവുകളെ പരിഹരിക്കുന്നതിനുള്ള ഒരു പരിശ്രമവും നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ ഉണ്ടാവണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, തുടർന്നുള്ള 40 നാളുകൾ ഈ നോമ്പിൻ്റെതായ അനുഭവത്തിലൂടെ ഞാനും നിങ്ങളും പ്രവേശിക്കുമ്പോൾ അപ്രകാരം ഒരു നിരപ്പിൻ്റെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു അനുരഞ്ജനത്തിൻ്റെ അനുഭവം നമുക്ക് സാധ്യമാക്കി തീർക്കുവാനായിട്ട് സാധിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ക്രിസ്തു വിഭാവനം ചെയ്ത ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ നാം മനസ്സിലാക്കുന്ന ഒരു ക്രൈസ്തവ ജീവിത അനുഭവം എന്ന് പറയുന്നത് അതൊരിക്കലും പകയുടെയും വിദ്വേഷത്തിൻ്റെയും അതുപോലെ തന്നെ വൈരാഗ്യത്തിൻ്റെയും അനുഭവങ്ങളെ കൊണ്ട് നടക്കുവാനല്ല, മറിച്ച് അതിനെയൊക്കെ ക്ഷമിക്കുവാനും അതിനെയൊക്കെ നമുക്ക് പൊറുക്കുവാനും സാധിക്കുന്ന ഒരു മനോഹരമായ ഒരു ജീവിതാനുഭവം, സന്തോഷവും സ്നേഹവും സഹവർത്തിത്വവും സാഹോദര്യവും നിലനിൽക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതമാണ് ക്രിസ്തു അർത്ഥമാക്കുന്നത് എന്നുള്ളത് നാം എപ്പോഴും നമ്മുടെ ഓർമ്മയിലിരിക്കുവാനിടയായിത്തീരണം. 1-2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട്, സഹോദര ബന്ധങ്ങളിലെ അനുരഞ്ജനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമായി തീരണം. സഹോദര ബന്ധങ്ങളിലെ സഹോദര ബന്ധങ്ങളിലെ അനുരഞ്ജനം നമുക്ക് സാധ്യമായി തീരണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള വേദഭാഗമാണ് നമുക്ക് പഴയ നിയമ വേദഭാഗത്തിൽ നിന്നും ചിന്തിക്കുവാനായിട്ട് നൽകിയിരിക്കുന്നത്. അവിടെ നാം കാണുന്നത് മരിച്ചു എന്ന് കരുതപ്പെട്ടിരുന്ന യോസഫിനെ കണ്ടുമുട്ടിയ സഹോദരങ്ങളുടെ ഒരു പുനരാഗമനം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. നമുക്ക് ആ ചരിത്രമൊക്കെ നമുക്കറിയാം. യാക്കോബിനെ
ആൺമക്കളെക്കുറിച്ച് നമുക്കറിയാം. 13 ആൺമക്കളുണ്ടായിരുന്നു. അതിൽ യോസഫിന് സംഭവിച്ച ദുരവസ്ഥകളെക്കുറിച്ച് അറിയാം. സഹോദരങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ യോസഫിനോട് ഉണ്ടായ വൈരാഗ്യത്തിൻ്റെയും അസൂയയുടെയും ഒക്കെ ഫലമായിട്ട് യോസഫിനോട് ചെയ്ത ആ ക്രൂരതകളെക്കുറിച്ച് നമുക്കറിയാം. പൊട്ടക്കിണറ്റിൽ ആ സഹോദരനെ ഇടുന്ന അനുഭവങ്ങൾ. തുടർന്ന് അവിടെ നിന്നും മിസ്രയീമ്യ കച്ചവടക്കാർക്ക് തങ്ങളുടെ സഹോദരനെ വിൽക്കുന്നതായിട്ടുള്ള സഹോദരന്മാരെയും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കാം. ഇതിൻ്റെയൊക്കെ അനുഭവത്തിൽ മിസ്രയീമിൽ എത്തിച്ചേർന്ന യോസഫ്, അവിടെ യോസഫിനെ സംബന്ധിച്ച് വീണ്ടും ഉണ്ടായ ദുരനുഭവങ്ങൾ, പൊത്തിഫറിൻ്റെ ഗൃഹത്തിൽ വെച്ച് കുറ്റമാരോപിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്ന, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്ന യോസഫ്, അവിടെ നിന്നും ഒരു വലിയ യഹോവയായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം അവൻ്റെ മേലുണ്ടായിരുന്നത് കൊണ്ട് ഒരു വലിയ സ്വപ്നവ്യാഖ്യാനത്താൽ ആ രാജ്യത്തിലെ രണ്ടാമനായി മാറുന്ന യോസഫിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കാം. അപ്പോൾ അങ്ങനെ രാജ്യത്തിലെ ഒരു വലിയ പ്രതാപത്തോടു കൂടി കഴിയുന്ന അവസ്ഥയിലാണ് യോസഫിൻ്റെ സഹോദരങ്ങൾ യോസഫിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ അവിടെ എന്താ നാം കാണുന്നത്? അവിടെ അന്ന് മുൻപ് തന്നോട് ചെയ്തതിന് വിരോധമായിട്ട് തിരിച്ചു ചെയ്യുന്ന യോസഫിനെയല്ല നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അന്ന് തന്നോട് പകയോട് പെരുമാറിയ സഹോദരങ്ങളോട് തിരിച്ച് പകയോടുകൂടി പെരുമാറുവാനുള്ള സാധ്യതകൾ മുഴുവൻ നിൽക്കുക. കാരണം ഇപ്പോൾ ഇവർ നിൽക്കുന്നത് അവരുടെ സ്വന്തം രാജ്യത്തല്ല, മറിച്ച് യോസഫ് രണ്ടാമനായിട്ട് വാഴുന്ന വലിയ വിശാലമായ മിസ്രൈം എന്ന് പറയുന്ന ഒരു രാജ്യത്ത്. എന്നിരുന്നാലും ആ സഹോദരങ്ങളോട് വൈരുദ്ധ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ വൈരാഗ്യങ്ങളും ശത്രുതയും വിമർശനങ്ങളും അനിഷ്ടങ്ങളും എല്ലാം മറന്നുകൊണ്ട് ഒരു നല്ല ഒരു കൂടിച്ചേരൽ അനുഭവത്തിൽ ഇടപെടുന്ന ഒരു യോസഫിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ പുനരാഗമനം സാധ്യമായി തീരുന്നത് ഒരു ക്ഷാമത്തിൻ്റെ അനുഭവത്തിലാണ്. കനാനിലെ ക്ഷാമമാണ് മിസ്രൈമിലേക്ക് അഭയം തേടുവാനായിട്ട് യോസഫിൻ്റെ സഹോദരന്മാരെ പ്രേരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വേദപുസ്തകത്തിൽ ഇതുപോലെയുള്ള സമാനമായ 1-2 അനുഭവങ്ങൾ നമുക്കറിയാം. നവോമി അവള് ബെത്ലഹേം വിട്ട് മോവാബിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? അതും ഈ ക്ഷാമത്തിൻ്റെ അനുഭവത്തിലാണ്. അതുപോലെ തന്നെ പുതിയ നിയമവേദ ഭാഗത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം നാം വായിക്കുന്നുണ്ട്. ഒരു ഇളയ മകൻ അല്ലെങ്കിൽ ധൂർത്തപുത്രൻ എന്നൊക്കെ നമ്മൾ പറയും. അവനും അന്യദേശം വിട്ട് തിരികെ വരുവാൻ ആഗ്രഹിച്ചു, തൻ്റെ പിതാവിൻ്റെ സ്ഥലത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിച്ചപ്പോഴാണ് ക്ഷാമം അവൻ്റെ ജീവിതത്തിൽ വന്നലട്ടുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ. പ്രിയമുള്ളവരെ, ഇവിടെ എന്നിരുന്നാലും ഈ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് ഒരു ക്ഷാമത്തിൻ്റെ അനുഭവത്തിൽ ഭക്ഷണം തേടി ഈ മിസ്രൈമിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ യോസഫ് തന്നെ പൊട്ടക്കിണറ്റിലിട്ടവരോടും തന്നെ മിസ്രൈമ്യ കച്ചവടക്കാർക്ക് വിറ്റ സഹോദരങ്ങളോടും ആ പകയോടോ വൈരാഗ്യത്തോടെ അല്ല പെരുമാറുന്ന, മറിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. അതിൻ്റെ 5-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 5-ാം വാക്യത്തിൽ യോസഫ് പറയുന്ന ഇപ്രകാരമാണ്: എന്നെ വിറ്റതുകൊണ്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ട, ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപായിട്ട് അയച്ചതാകുന്നു എന്ന് പറയും. ജീവരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപായിട്ട് അയച്ചത്. ഒരു സന്ദർഭത്തെ ഇത്രത്തോളം പോസിറ്റീവായിട്ട് കാണുന്ന യോസഫ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വലിയ മാതൃക, ഒരു വലിയ മോഡൽ. നമുക്ക് എത്രത്തോളം ഇപ്രകാരം സംസാരിക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് സാധിക്കും. നമ്മോടൊരു ദോഷം ചെയ്തൊരു വ്യക്തിയെ അതുപോലെയുള്ളൊരു സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ നാം എന്തായിരിക്കും ചെയ്യുക? തീർച്ചയായിട്ടും അത് നമ്മോട് ചെയ്തതിനൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ ചെയ്യുവാനായിട്ട് നമ്മുടെ മനസ്സ് തീർച്ചയായിട്ടും നമ്മോട് പറയും. എന്നാൽ യോസഫിനെ സംബന്ധിച്ച് യോസഫിന് എന്തും ചെയ്യാമായിരുന്നു. കാരണം എന്താണ്? വേണമെങ്കിൽ അതിക്രമിച്ച് ഈ രാജ്യത്ത് പ്രവേശിച്ചു എന്നും പറഞ്ഞ് വേണമെങ്കിൽ അവർക്കെതിരെ കുറ്റം ചുമത്താം. അതുമല്ലെങ്കിൽ പണ്ട് തന്നോട് ചെയ്തതിന് വിപരീതമായിട്ട് ഒരു ഉത്തരവിറക്കിയാൽ മതി, ആ നിമിഷം തന്നെ ഒരു പക്ഷേ ഈ സഹോദരങ്ങളുടെ തല കൊയ്യാം. അവസരങ്ങൾ ഏറെ ഉണ്ടായിട്ടും അതിന് അപ്രകാരം പ്രയോജനപ്പെടുത്താതെ അവരോട് നിരപ്പിൻ്റെ അനുഭവത്തിൽ ഇവിടെ ആ ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കുന്ന ഒരു യോസഫിനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകുന്നു എന്ന് സ്വന്തം സഹോദരങ്ങളോട് പറയുന്ന ഒരു യോസഫ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് ഒരു വലിയ മാതൃകയാണ്. അതുകൊണ്ട് യോസഫ് സ്വയം ആശ്വസിക്കുക. കാരണം തന്നോട് സഹോദരങ്ങൾ ചെയ്തതിനൊക്കെ സ്വയം ആശ്വസിച്ച് അതിനെ മറക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം ആ യോസഫിനെ ആശ്വസിപ്പിക്കുക മാത്രമല്ല
അവരോട് ക്ഷമിക്കുവാനായിട്ട് ദൈവം യോസഫിനെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളുടെ ജീവിതത്തെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഈ പകയുടെ അനുഭവങ്ങൾ നാം കൊണ്ടു നടക്കുന്നില്ലേ? അല്ലെങ്കിൽ അസൂയയുടെ അനുഭവങ്ങൾ നാം കൊണ്ടു നടക്കുന്നില്ലേ? നമ്മോട് ഒരാൾ ഒരു മോശമായിട്ട് ചെയ്താൽ അത് അതേ അളവിൽ തന്നെ തിരികെ കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? പലപ്പോഴും ഓർക്കുക, അങ്ങനെയുള്ള ചിന്തകളാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ മനസ്സമാധാനങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള പകയുടെ അനുഭവങ്ങളാണ് നമ്മളുടെ സ്വൈര ജീവിതത്തിന് ഒരു വിലങ്ങുതടിയായിട്ട് തീർന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ചിന്തകളാണ് പലപ്പോഴും നമ്മളുടെ സന്തോഷമുള്ള ജീവിതത്തെ പലപ്പോഴും ദുഃഖവും വേദനയും നിരാശയുമുള്ള അനുഭവങ്ങളാക്കി തീർത്തിട്ടുള്ളത് എന്നുള്ളത് നാം മറന്നു പോവുകയാണ്. ഇവിടെ രാജ്യത്തെ ഒരു രണ്ടാമനായിട്ട് ദൈവം യോസഫിനെ ആക്കി തീർത്തപ്പോഴും ആ സഹോദരങ്ങളോട് ക്ഷമിക്കുന്ന ഒരു യോസഫിൻ്റെ ആ ക്ഷമയുടെ അനുഭവം നാം കാണണമെങ്കിൽ അതിന് മുൻപുള്ള അധ്യായങ്ങൾ ഓരോന്ന് വായിച്ചു വരണം. അവിടെ കാണുന്ന 5 പ്രാവശ്യം യോസഫ് തൻ്റെ സഹോദരങ്ങളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്ന അത്രത്തോളം ആ സഹോദരങ്ങളെ കാണുമ്പോഴുള്ള ഒരു വേദന, അവിടെ പകയല്ല യോസഫിൻ്റെ മനസ്സിനെ ഭരിക്കുന്നത്, മറിച്ച് ആ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെ കാണുമ്പോഴുള്ള സന്തോഷം. തന്നോട് എന്ത് ദ്രോഹവും ചെയ്തോട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ല, അതിനപ്പുറം എനിക്ക് അവരെ സ്നേഹിക്കുവാനും കരുതുവാനും സാധിക്കുന്നു എന്നുള്ള യോസഫിൻ്റെ ആ വലിയ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കി തീർക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, പകയ്ക്ക് പകരം ജോസഫ് അവരെ സ്നേഹിക്കുകയായിരുന്നു. മിസ്രൈമിൽ ഏറ്റവും ഫലപുഷ്ടമായ ഗോഷൻ ദേശം തന്നെ അവർക്ക് തുടർന്ന് ജീവിക്കുന്നതിന് യോസഫ് വിട്ടു നൽകുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്ര അർത്ഥവത്തായ, എത്ര മനോഹരമായ ഒരു മാതൃകയാണ് യോസഫ് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്നത്. നമുക്കിത്രത്തോളം നമ്മോട് ഉപദ്രവിച്ചവരെ അല്ലെങ്കിൽ നമ്മോട് മോശമായി പെരുമാറിയവരോട്, നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് പകയോട് നമ്മൾ പെരുമാറിയവരോട് ഇപ്രകാരം ക്ഷമിക്കുവാനായിട്ട്, അവരെ ഉൾക്കൊള്ളുവാനായിട്ട്, ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്ന് നാം ഒന്ന് പരിശോധിക്കുക. രണ്ടാമതായിട്ട്, സാമൂഹ്യ ബന്ധങ്ങളിലെ അനുരഞ്ജനം നമുക്കിന്ന് ആവശ്യമാണ്. സാമൂഹ്യ ബന്ധങ്ങളിൽ ഒരു അനുരഞ്ജനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗം നമുക്ക് ഇന്ന് വായിക്കുവാനായിട്ട് നൽകിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗം. അവിടെ കാനാവിലെ കല്യാണ വീടാണ് ഈ വേദഭാഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ രംഗം എന്ന് പറയുന്നത്. അവിടെ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഭവനം, വിവാഹം എന്ന് പറയും, നമുക്കറിയാം. ഒരു ഭവനത്തിൽ വിവാഹം നടക്കുന്നെങ്കിൽ ആ ഭവനം ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ, സന്തോഷത്തിൻ്റെ നിമിഷത്തിലൂടെ അവർ കടന്നു പോകുന്നത്. എന്നാൽ ഈ കനാവിലെ ഈ ഭവനത്തിൽ ആദ്യം സന്തോഷമായിരുന്നെങ്കിൽ ഇപ്പോൾ അല്പമായിട്ടുള്ള ആശങ്ക തളം കെട്ടുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം എന്താ? കരുതി വെച്ചിരുന്ന ആഹാരം അല്ല, കരുതി വെച്ചിരുന്ന വീഞ്ഞിൻ്റെ ശേഖരം തീർന്നു പോവുകയാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് ആ ഒരു കാലഘട്ടത്തിൽ വീഞ്ഞിനായിരുന്നു ഏതൊരു പന്തിഭോജനത്തിലും പ്രമുഖമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഞ്ഞ് എന്ന് പറയുന്നത് അത് ആ വീട്ടുകാരൻ്റെ ഒരു അഭിമാനകരമായ ഒരു നിമിഷമാണ്. ആ വീഞ്ഞിൻ്റെ രുചി അല്ലെങ്കിൽ അതിൻ്റെ രസം അത് അനുഭവിക്കുന്നവരെ ആസ്വാദികരമാക്കുന്ന അനുഭവമാക്കി തീർക്കുക എന്നുള്ളത് ഒരു ആതിഥേയൻ്റെ കടമയാണ്. എന്നാൽ ഇവിടെ സംബന്ധിച്ച് വീഞ്ഞിൻ്റെ ശേഖരം കുറഞ്ഞു പോകുന്ന അനുഭവം, ഇത് ആ വീട്ടുകാരിൽ ഒരു പരിഭ്രമം സൃഷ്ടിക്കുന്നതിന് ഇടയായി തീർന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. എന്നാൽ യേശുവിൻ്റെ അമ്മ അവിടെ കൃത്യമായിട്ട് ഇടപെടുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ, ഞാൻ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് വിശദമായിട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, ആതിഥേയൻ്റെ മുഖത്തെ ആശങ്ക നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. 2, മറ്റുള്ളവൻ്റെ ഇല്ലായ്മയെ കണ്ടറിയുവാനുള്ള ഒരു പരിശ്രമം യേശുവിൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. 3-മതായിട്ട്, മറ്റുള്ളവൻ്റെ വേദനയിൽ ഭാഗമായി നിന്നുകൊണ്ട് ഒരുമിച്ച് ആ വേദനയെ അല്ലെങ്കിൽ വേദനാജനകമായ അവസ്ഥയെ മറികടക്കുവാനായിട്ട് ഉള്ള ഒരു കൂട്ടായ ശ്രമത്തെയും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു കഥയിൽ ഈ 3 കാര്യം നാം വളരെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. 1, ആ ആതിഥേയൻ്റെ മുഖത്തെ ആശങ്ക. 2, ആ മറ്റുള്ളവൻ്റെ വേദനയെ അല്ലെങ്കിൽ അവൻ്റെ ഇല്ലായ്മയെ കണ്ടറിയുവാനുള്ള ഒരു പരിശ്രമം. 3, അവൻ്റെ വേദനയിൽ ഭാഗമായി നിന്നുകൊണ്ട് ഒരുമിച്ചതിനെ മറികടക്കുവാനുള്ള കൂട്ടായ പരിശ്രമം. ഇത് 3ഉം നമുക്ക് ഈ ഒരു പാസേജിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അവിടെ ഒരു വിവാഹ വീട്ടിലേക്ക് വേണമെങ്കിൽ അവിടെ വന്ന് ഭക്ഷണം കഴിച്ച് പോയാൽ മതി.
ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ ക്രൈസ്തവ ജീവിതത്തോട്, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളോട് ചേർന്ന് നിൽക്കുന്നൊരു വേദഭാഗമാണ്. ഇന്ന് നമ്മളെങ്ങനെയാണ്? ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾ പുറകിലേക്ക് പോയാൽ അന്ന് നമുക്കുണ്ടായിരുന്ന ഒരു പൈതൃകമായിരുന്നത്, നമ്മളുടെ നാട്ടിലൊരു കല്യാണമുണ്ടെങ്കിൽ, വിവാഹമുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടും. ഒരുമിച്ച് കൂടി ആ ഭവനത്തിൽ ഒരുമിച്ച് കലവറകളെ ഒരുക്കി, ഒരുമിച്ച് ആഹാരങ്ങളെ ഒരുക്കി, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, പങ്കിട്ടുകൊണ്ട് ഭക്ഷണം കഴിച്ച് സന്തോഷിക്കുന്ന ഒരു നല്ല ഒരു സാമൂഹ്യ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ കാലം മുന്നേറിക്കഴിഞ്ഞപ്പോൾ, മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മനുഷ്യന് സ്വാർത്ഥതയുടെ അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ, ഇന്ന് എല്ലാം ഇൻസ്റ്റൻ്റായിട്ട് ലഭിക്കുന്ന യുഗത്തിലേക്ക് ഞാനും നിങ്ങളും മാറി. എല്ലാം ഇൻസ്റ്റൻ്റായി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? നമുക്ക് മറ്റുള്ളവരെ കാണുവാൻ നമുക്ക് സമയമില്ലാതായിത്തീർന്നു. അതുകൊണ്ട് സംഭവിച്ചത് എന്താ? നമ്മളുടെ വീടുകൾക്ക് ചുറ്റും മതിലുകൾ ഉയർന്നു. മതിലുകൾ ഉയർന്നപ്പോൾ ആ മതിലുകൾക്കപ്പുറം ആര് താമസിക്കുന്നു, ആരുണ്ട് എന്ന് പോലും നമുക്കറിയാത്ത ഒരു ഇടുങ്ങിയ മനോഭാവത്തിലേക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ സ്വഭാവവും മാറ്റപ്പെട്ടു എന്നുള്ളത് നാം ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം. എന്നാൽ യേശുവിൻ്റെ അമ്മയുടെ ഒരു മാതൃക വളരെ ശ്രദ്ധേയമാണ്. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്ന ആ കുറവിനെ, അല്ലെങ്കിൽ അവരുടെ മുഖത്തെ ആശങ്കയെ, അവരുടെ മുഖത്തെ ആ പരിഭ്രമത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉടനെ തന്നെ യേശുവിൻ്റെ അമ്മ അവിടെ എന്നാൽ സാരമില്ല, ഞാൻ അറിഞ്ഞുവെങ്കിൽ പോലും മിണ്ടാതിരിക്കാം എന്നല്ല ചിന്തിച്ചത്. മറിച്ച് പോയി യേശു കർത്താവിനോട് അത് പറയുക. യേശു കർത്താവിനോട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല, മറിച്ച് പോയി വേലക്കാരോട് പറയുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് പോയി ചെയ്യുവീൻ എന്ന് പറയുന്ന ആ യേശു കർത്താവ്, ആ ഒരു അമ്മയുടെ ഒരു പരിശ്രമത്തെ, ഒരു എഫേർട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, ഇതാണ് ഞാനും നിങ്ങളുമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് ഇടപഴകുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് എത്രത്തോളം നാം ആയിരിക്കുന്ന സമൂഹത്തോട് നിരപ്പാകുവാനായിട്ട്, നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ സമൂഹത്തിൽ നാം ഇടപെട്ടപ്പോൾ നമുക്ക് ലഭിച്ചത് മോശമായ അനുഭവങ്ങളാവാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചത് വേദനയുടെ അനുഭവങ്ങളാവാം. അല്ലെങ്കിൽ നാം പ്രതീക്ഷിച്ച തലത്തിലേക്ക് ഒരുപക്ഷെ അവരുടെ പ്രതികരണങ്ങൾ വന്നിട്ടില്ലാവാം. എന്നുള്ളത് കൊണ്ട് എന്നാൽ ഒന്നും വേണ്ട എന്ന് ചിന്തിച്ച് ഞാൻ എന്നിലേക്ക് സ്വയം ഒതുങ്ങിക്കൂടുന്ന ഒരു മനോഭാവമാണോ എന്നിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ശാന്തമായിട്ട് ചിന്തിക്കുക. ഒരുപക്ഷെ ഈ സമൂഹം എന്നോട് ദോഷമായി പ്രവർത്തിച്ചതുകൊണ്ട് ഞാനും തിരികെ അങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ മനോഭാവമാണോ എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ശാന്തമായിട്ട് ചിന്തിക്കുക. ക്രിസ്തു അതല്ല നമ്മെ പഠിപ്പിച്ചത്. നാം എല്ലാ ആഴ്ചയും നാം 2 കൽപ്പനകൾ എല്ലാ ആഴ്ചയും നാം ആരാധനയിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്താ? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച ഒരു കർത്താവാണ്. ആ കർത്താവിനെയാണ് ഞാനും നിങ്ങളും അനുഗമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇവിടെ യേശു കർത്താവിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ അമ്മയുടെ ഒരു ഇടപെടൽ ആ കുടുംബത്തിൻ്റെ ഒരു വലിയ സന്തോഷത്തിന് മുഖാന്തരമായി തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുക. ഞാനും നിങ്ങളുമായിരിക്കുന്ന സമൂഹത്തിന് ഇപ്രകാരം ഒരു അനുരഞ്ജനത്തിൻ്റെ അനുഭവം, ഒരു നിരപ്പിൻ്റെ അനുഭവം, ഒരു സന്തോഷത്തിൻ്റെ അനുഭവം നൽകി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധ്യമോ എന്ന് നാം ഒന്ന് ചിന്തിക്കുക. മൂന്നാമതായിട്ട്, അവസാനമായിട്ട്, ക്രിസ്തുവിലുള്ള അനുരഞ്ജനം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കും. ക്രിസ്തുവിലുള്ള ഏകീകരണം, അനുരഞ്ജനം നമുക്ക് ജീവിതത്തിൽ നമുക്ക് സാധ്യമായി തീരുവാനായിട്ട് സാധിക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന് 11 മുതൽ 22 വരെയുള്ള വേദഭാഗം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന് 11 മുതൽ 22 വരെയുള്ള വേദഭാഗം. സമയം പോയതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ ഞാനത് പറയാം. ആ വേദഭാഗത്ത് പൗലോസ് 2 വിഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് പാപികളെ വിശുദ്ധീകരിച്ച് അവരെ സഭയ്ക്ക് പ്രയോജനകരമായി മാറ്റുന്നതിനെ കുറിച്ചാണ് പൗലോസ് ആ വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് യഹൂദന്മാരും വിജാതീയരും എന്ന് 2 വ്യത്യാസം ആ സമൂഹത്തിലുണ്ടായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് അവർ മറ്റുള്ളവരെ ആരെയും അംഗീകരിക്കത്തില്ലായിരുന്നു. അവരുടെ ജാതിക്ക് പുറത്തുള്ള ആരെയും അംഗീകരിക്കില്ലായിരുന്നു. അവരെയൊക്കെ വിജാതീയരായിട്ടും അശുദ്ധരായിട്ടും പാപികളായിട്ടും നികൃഷ്ടരായിട്ടും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു സമൂഹം. എന്നാൽ പൗലോസ് അവരെ പഠിപ്പിക്കുകയാണ്, അങ്ങനെയുള്ള വിഭാഗതികൾക്കപ്പുറം ഒരു ഏകതയുടെ അനുഭവം, ഒരു ഒന്നായി തീരേണ്ട അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് പഠിപ്പിക്കുക. എൻ്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തു നിങ്ങളിലുള്ള വിഭാഗീയതകളെ എല്ലാം ഇല്ലാതാക്കി. എങ്ങനെയാണ്? എന്നാൽ ക്രിസ്തു ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു എന്ന് അവിടെ വായിക്കുക.
അതായത് അവർ പറയുകയാണ്, നിങ്ങളുടെ ന്യായപ്രമാണമാണ് നിങ്ങളെ ഇപ്രകാരം നിങ്ങളെ വിഭജിക്കുന്നതെങ്കിൽ, നിങ്ങളെ വിഭാഗിക്കുന്നതെങ്കിൽ ഓർക്കുക, ക്രിസ്തു അതിൻ്റെ എല്ലാ നടിച്ചുവരികളെയും ഇടിച്ചു തകർത്തിരിക്കുന്നു. ഇനി നിങ്ങളുടെ ഇടയിൽ വേർതിരിവുകളില്ല, നിങ്ങളുടെ ഇടയിൽ വിഭജിക്കപ്പെട്ട അനുഭവങ്ങളില്ല, നിങ്ങളുടെ ഇടയിൽ നിങ്ങളെ വേർതിരിക്കുന്ന അനുഭവങ്ങളുമില്ല. മറിച്ച് ക്രിസ്തുവിലാണ് നാം എല്ലാവരും ഒന്നായി തീർന്നിരിക്കുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ ഒരു ക്രൈസ്തവ സഭയുടെ ഒരു വലിയ ദർശനം, ഒരു കാഴ്ചപ്പാട്. അല്ലെങ്കിൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന ക്രൈസ്തവ സഭയുടെ സ്വഭാവം ഇതായിരിക്കണം. ഇവിടെ വേർതിരിവുകളില്ല, വലിപ്പച്ചെറുപ്പങ്ങളില്ല, വലിയവനെന്നും ചെറിയവനെന്നുമില്ല, ജാതിയിൽ കുറഞ്ഞവനെന്നും കൂടിയവനെന്നുമില്ല, ജാതിയുടെ വേർതിരിവുകളില്ല, ലിംഗവ്യത്യാസങ്ങളില്ല. എല്ലാ രീതിയിലും മനുഷ്യരെല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എന്ന് ചിന്തിക്കുന്ന, വിശ്വാസ സമൂഹം എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എന്ന് ചിന്തിക്കുന്ന ഒരു വിശാലമായ മനോഭാവം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. അവിടെ പ്രത്യേകമായിട്ട് പൗലോസ് പറഞ്ഞു അത് കഴിഞ്ഞാൽ ക്രിസ്തു നമ്മെ ഒന്നാക്കി തീർത്തു. ഞാനും നിങ്ങളും ഒരു നോമ്പിൻ്റെ അനുഭവത്തിലൂടെ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഈ ക്രിസ്തുവിനെയാണ് വഹിക്കുന്നത്. ക്രിസ്തു നമ്മെ ഒന്നാക്കി തീർത്തു എന്ന് അവിടെ ഓർമ്മിക്കുന്നു. ഒരേ ആത്മാവിനാൽ ക്രിസ്തു നമ്മെ പണിതു വരുന്നു എന്ന് അവിടെ വായിച്ചാണ് 22-ാം വാക്യം അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകളെ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ നോമ്പ് ഒരു അനുരഞ്ജനത്തിൻ്റെ കാലമായി തീരട്ടെ. ഒരുപക്ഷെ നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒരുപക്ഷെ നാം നമ്മളുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങളെയും ലക്ഷ്യങ്ങളെയും ഓർത്തുകൊണ്ട് മുന്നേറിയപ്പോൾ മുറിവേറ്റ ഒട്ടനവധി വ്യക്തിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ നാം മുന്നേറിയപ്പോൾ മുറിവേറ്റ, അല്ലെങ്കിൽ കുതിക്കുവാനായിട്ട് ത്രാണിയില്ലാത്ത, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കരം കൊടുത്താൽ ഒരുപക്ഷെ ഉയർന്നു പോയേക്കാവുന്ന ഒട്ടേറെ ജീവിതങ്ങൾ മുറിവേറ്റിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. തീർച്ചയായിട്ടും അപ്രകാരമുള്ള വ്യക്തിബന്ധങ്ങളെ ഒന്ന് തിരിച്ചറിയുവാൻ, വ്യക്തികളെ തിരിച്ചറിയുവാൻ, അപ്രകാരം മുറിവേറ്റ ബന്ധങ്ങളെ ഒന്ന് ഉണക്കിയെടുക്കുവാൻ, അപ്രകാരം വീണുപോയവരെ ഒന്ന് കൈപിടിച്ചുയർത്തുവാനൊക്കെ ഈ നാളുകൾ നമുക്ക് സാധ്യമായി തീരുമ്പോൾ അവിടെയാണ് ക്രിസ്തു വിഭാവനം ചെയ്ത ഒരു ശരിയായ ക്രൈസ്തവ ജീവിതം നമുക്ക് സാധ്യമാക്കി തീർക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് അപ്രകാരം ഉള്ള ഒരു നോമ്പിൻ്റെ അനുഭവം സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. നാം കേട്ടതായിട്ടുള്ള വചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നിഖ്യാവിശ്വാസ പ്രമാണം നമുക്കെല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. നിഖ്യാവിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ജാതനായ പുത്രനായ ദൈവകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. സർവ്വലോകർക്കും പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടവൻ ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, അവനാൽ സകലവും ഉണ്ടായി. മനുഷ്യരായ നമുക്കൊന്നും രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്മറിൽ വരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവഴുത്തിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന് വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവൻ്റെ രാജ്യത്തിന് അവസാനമാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും മുഖത്തുനിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകങ്ങൾ പറയിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. കാതോലിക അപ്പോസ്തോലികമായ വിശ്വാസഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ വ്യത്യാസമേ അനുസരിക്കുന്നു. മനുഷ്യരുടെ പുനരുത്ഥാനത്തിലും വരുവാണ് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമീൻ. ഈ ദിവസങ്ങളിൽ പിറന്നാൾ ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവകയുടെ എല്ലാവിധമായിട്ടുള്ള ആശംസകളെയും ഈ സമയത്ത് അറിയിക്കുന്നു. സ്നേഹവാനായ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ആയുസ്സിൻ്റെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നവരെയും കുടുംബജീവിതത്തിലെ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്നവരെയും ഓർത്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയോടും കരുണയോടും കരുതലോടും ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണം. ദൈവത്തിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മേൽ വ്യാപരിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. ആവശ്യഭാരങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയിരിക്കണം. ഓരോ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ച് കർത്താവെ മുന്നോട്ട് ജീവിപ്പാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. കൃപയിൽ വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയതോ നീ കേൾക്കുമാറാകണമേ. ആമീൻ. അറിയിപ്പുകൾ നൽകട്ടെ.
ഫെബ്രുവരി മാസം 17-ാം തീയതി ബുധനാഴ്ച, ചാമ്പൽ ബുധനാഴ്ച വൈകുന്നേരം 6:30 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷയോടുകൂടിയുള്ള ചാമ്പൽ ബുധൻ ആരാധന നടത്തപ്പെടുന്നതാകുന്നു. അതിനെ തുടർന്നുള്ള എല്ലാ ബുധനാഴ്ചകളിലും സന്ധ്യാപ്രാർത്ഥനകളും നടത്തപ്പെടുന്നതായിരിക്കും. മാർച്ച് മാസത്തിൽ നമ്മുടെ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കുന്നത് കൊണ്ട് മാസവരി, പിടിയേരി, ലേല കുടിശ്ശികകൾ കൊടുത്തു തീർക്കുവാൻ എല്ലാവരും ശ്രമിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 21 വയസ്സ് പൂർത്തീകരിച്ച നമ്മുടെ എല്ലാ യുവജനങ്ങളെയും മാസവരി അംഗങ്ങളാക്കുവാൻ മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, യുവജനങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമേ എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. 2018-2019 അക്കാഡമിക് ഇയറിൽ +2 പരീക്ഷയിൽ സയൻസ് വിഷയങ്ങളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയവർ തങ്ങളുടെ മാർക്ക് ലിസ്റ്റുകൾ ഫെബ്രുവരി മാസം 28-ന് മുമ്പായിട്ട് ഇടവകാരിയെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം 2018-19 അക്കാഡമിക് ഇയറിൽ 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് വാങ്ങിച്ചതായിട്ടുള്ള കുഞ്ഞുങ്ങളും തങ്ങളുടെ മാർക്ക് ലിസ്റ്റുകൾ ഫെബ്രുവരി മാസം 28-ന് മുമ്പായിട്ട് ഇടവപ്പെട്ടക്കാരനെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. ഈ വിവരങ്ങളൊക്കെയും നമ്മുടെ ഇടവക ദൂതനിൽ പ്രത്യേകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുകയും ഈ കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഈ പേപ്പറുകളൊക്കെ സമർപ്പിക്കുവാനായിട്ട് ശ്രമിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സ്ത്രീജന സഖ്യത്തിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഫെബ്രുവരി മാസം 14-ാം തീയതി ബുധനാഴ്ചയ്ക്ക് മുമ്പായി ഇടവപ്പെട്ടക്കാരനെ അറിയിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ചയും രാവിലെ 9 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷയുടെ ആരാധന നടത്തപ്പെടുന്നതാകുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകരാം. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയോട് ചേർന്ന് വരുവാൻ ദൈവം നമ്മെ ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പല ഭവനങ്ങളിൽ നാം ആയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആപത്തുകളും അനർത്ഥങ്ങളും മഹാവ്യാധികളും നമ്മുടെ ചുറ്റും നടമാടുമ്പോൾ അവയുടെ മധ്യ ആരോഗ്യത്തോടും ദൈവകൃപയോടും കരുതലോടും നമ്മെ സൂക്ഷിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും, ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കുന്നുള്ള കർത്താവിൻ്റെ മാതൃകമായ ഒരു ശബ്ദം കേൾപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ കർത്താവെ പാപക്ഷമ പ്രാപിച്ചവരായി ജീവിപ്പാൻ നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഒരുപക്ഷെ രോഗത്തിൻ്റെതായ പ്രയാസത്തിലൂടെ നാം കടന്നു പോകുന്നുണ്ടായിരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ജീവിതത്തിൻ്റെ പലവിധമായ പ്രതിസന്ധികളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവർ, സർജറിക്ക് ശേഷം വിശ്രമിക്കുന്നവർ, ഈ നാളുകളിൽ ഡയാലിസിസിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, മരണകരമായ അനുഭവത്തിൽ നിന്നും കർത്താവ് സൂക്ഷിച്ച് ഇപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കടഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവർ, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നതായിട്ടുള്ള നമ്മുടെ ദമ്പതിമാരെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്ത ഹൃദയത്തിൻ്റെ ഭാരങ്ങളുമായി കഴിയുന്നവരെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവയിലെ 400-ലധികം കുടുംബങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കാം. എല്ലാ ഭവനങ്ങളിലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, ദുഃഖങ്ങളുടെ നടുവിലെല്ലാം ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
ഈ നാളുകളിൽ നടത്തപ്പെടുന്നതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവനാമോഹത്വത്തിനായി തീരുവാനിടയാകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. മഹായിടവകയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിമന്യത്തിന്മേനെയും പട്ടക്കാരെയും ശുശ്രൂഷകരെയും മിഷണറിമാരെയും മിഷൻ പ്രവർത്തകരെയും സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർക്കാം. എല്ലാ മിഷൻ കേന്ദ്രങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനമില്ലാതെ ഭാരപ്പെടുന്ന ദേശത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡിൻ്റെ പ്രയാസങ്ങൾ ഈ നാളുകളിൽ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ കർത്താവ് എല്ലാവരെയും സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കണം. മഹാവ്യാധിയിൽ നിന്ന് കർത്താവ് എല്ലാവരെയും വിടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ഒരു നിമിഷം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പ്രയാസവും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതകൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. എല്ലാ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു നിമിഷം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശാന്തമായിട്ട് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെയും ഉറവിയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും അങ്ങറിയുന്നു. ഞങ്ങളുടെ യോഗ്യത മൂലം പല കാര്യങ്ങളും അങ്ങയോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിപ്പാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സിലുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് വിനയമായി അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മെല്ലാവരുടെ കൂടെ ഇന്ന് നയിക്കും കാലാവസാനം കൂടാതിരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അപ്പോൾ ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ഞാൻ അവന്റെ കൂടാരങ്ങളിൽ ജയഘോഷങ്ങളെ അർപ്പിക്കും. ഞാൻ കർത്താവിന് പാടി കീർത്തനം ചെയ്യും. സമാധാനത്തിൻ്റെയും നിരപ്പിൻ്റെയും അടയാളമായ കയ്യസൂര് നമുക്ക് അന്യോന്യം കൈമാറാം. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ജ്ഞാന കീർത്തനങ്ങളിൽ 19ാമത്തെ കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 19.
നന്മയായി വാങ്ങിടുമേ. നാം സമർപ്പിച്ച ദാനങ്ങളെ ദൈവമുമ്പാകെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രിയപുത്രന്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം അയോഗ്യരായി ഞങ്ങൾ നിങ്കിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം നിനക്കുള്ളതല്ലോ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളെയും ഞങ്ങളുടെ ദാനങ്ങളെയും നീ കൈക്കൊണ്ട് നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും മുട്ടുകളെ മടക്കി താഴെയുള്ള പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, നിന്റെ ശിഷ്യന്മാരുടെ നടുവിൽ നീ സന്നിഹിതനായിരുന്നതുപോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്ന അപ്പം നുറുക്കുന്നതിൽ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവീൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങൾ എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായം ഞങ്ങൾ ചെയ്യേണ്ടുന്ന മുറയുമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം തന്നെ അവൻ ഞങ്ങളെപ്പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടെങ്കിലും പാപമില്ലാത്തവനാകുന്നു. അവൻ്റെ കൃപയാൽ എല്ലാ പാപവികാരങ്ങളെയും കീഴ്പ്പെടുത്തുവാനും ഇനിയും ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്കായി മരിച്ച വീണ്ടും ഉയർത്തെഴുന്നേറ്റവന് വേണ്ടി ജീവിക്കുവാനും അവൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദേവതന്മാരോടും പ്രധാന ദേവതന്മാരോടും സ്വർഗത്തിലെ സകല സംഘത്തോടും കൂടെ ഞങ്ങളെപ്പോഴും നിന്നെ സ്തുതിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ചൊല്ലിയും നിന്റെ മഹത്വമുള്ള നാമത്തെ പുകഴ്ത്തിയും മഹത്വപ്പെടുത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുമാനിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആർദ്ര സ്നേഹം കൊണ്ട് നിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം എടുക്കുവാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മരണമനുഭവിക്കുവാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിൻ്റെയും പാപങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടപെടാതുള്ള ഓർമ്മയെ നിയമിക്കും. അതിനെ എപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞതിൻ്റെ ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രമെടുത്തു, സ്തോത്രം ചൊല്ലി അതിനെ അവർക്ക് കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ.
എന്തെന്നാലും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ആമേൻ. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ കൊണ്ടാടുന്നു, ഉയിർപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുന്നു. വീഴാത്തവരെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ക്രിസ്തുവേ, നിനക്ക് മാത്രം ഉണ്ടാകട്ടെ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ നിന്റെ പുത്രന്റെ വിലയേറിയ മരണവും കഷ്ടപ്പാടും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അവനിൽ നീ ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് അവൻ കൽപ്പിച്ച പ്രകാരം അവൻ വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹിമപ്പെടുത്തുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും നിന്റെ ദാനങ്ങളായ അപ്പത്തെയും വീഞ്ഞിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ, ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങനെ അവനിൽ യോജിപ്പിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശീഹാൽ തലയാവുന്നവങ്കിലേക്ക് സകലത്തിനും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായും അവനോടുകൂടിയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, നിനക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോടെ പ്രാർത്ഥിച്ച ചൊല്ലുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് എത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. തിരുമേശയുടെ അനുഭവത്തിലേക്ക് അടുത്തു വരുന്നതിന് മുൻപായി നമ്മെ തന്നെ ദൈവമുമ്പാകെ വിനയപ്പെടുത്തിക്കൊണ്ട് താഴെയുള്ള പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ പലവിധമായ ഞങ്ങളല്ലാതെ ഞങ്ങളുടെ സ്വന്തതയിൽ ആശ്രയിച്ചുകൊണ്ട് മേശയിലേക്ക് വരുവാൻ തിരിച്ചറിയാം. ഞങ്ങളുടെ മേശയിൽ വീഴുന്ന എന്നാൽ അങ്ങേപ്പോൾ തന്നെ ചെയ്യുന്ന സ്വഭാവം നാമത്തിനാണ്. അത് കൃപയുള്ള കർത്താവേ, ഞങ്ങളുടെ പാപശരീരത്തിൽ ഇഷ്ടപ്പെട്ടതായ ഏറ്റവും വലിയ ശരീരത്താലും രക്തത്താലും ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങളവനും അവൻ ഞങ്ങൾ വരുമ്പോൾ വസിപ്പാൻ തക്കവണ്ണം ഞങ്ങളവനെ മാംസത്തെ ഭക്ഷിക്കുകയും അവൻ്റെ രക്തത്തെ കുടിക്കുകയും ചെയ്യാമെന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ആമേൻ. നാം ഓർക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായ ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായ ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനായ ദൈവത്തിന്റെ കുഞ്ഞാടേ, നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവമായ കർത്താവേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വന്ന് ആരാധിപ്പാൻ തക്കവണ്ണമുള്ള ഭാഗ്യം അവസരവും ഞങ്ങൾക്ക് നൽകിയതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ കോവിഡിൻ്റെതായ പ്രതിസന്ധികളൊക്കെ വിട്ടൊഴിഞ്ഞ് എത്രയും വേഗം കർത്താവെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ആരാധിപ്പാനുള്ള അവസരങ്ങളെ ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യേകമായിട്ട് ഈ രോഗാവസ്ഥകളിലൊക്കെ ബുദ്ധിമുട്ടുന്നവരെയും ഭാരപ്പെടുന്നവരെയും ഭീതിയിലായിരിക്കുന്നവരെയൊക്കെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ആശ്വാസവും നിന്റെ മക്കളോട് കൂടെ ഇരുന്ന കർത്താവേ, ഈ പ്രതിസന്ധികളെയൊക്കെ അതിജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവേ,
വിവിധയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയെ ഭാഗമായി തീരുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭാങ്ങളെല്ലാം ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയുടെ ഞങ്ങൾക്ക് വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വചനത്തിനനുസൃതമായിട്ട് കർത്താവേ, ഈ നോമ്പിൻ്റെ കാലത്തിലൂടെ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലും ഞങ്ങളുടെ സാമൂഹിക ജീവിതങ്ങളിലും ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിലും ഒക്കെ വന്നുപോയ കർത്താവേ, ബന്ധങ്ങളിലെ വീഴ്ചകളെയും കുറവുകളെയും കർത്താവെ പരിഹരിക്കാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അനുരഞ്ജനത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന് കർത്താവ് ഞങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ദൈവകൃപ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവീൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ജ്ഞാനകീർത്തനങ്ങൾ 251 കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 251.